ഞാൻ ഈ കോരിക്കളിക്കുന്നത് ഒരു മീനിൻ്റെ മലവിസർജനമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരു ചെറിയ പാരറ്റ് ഫിഷിന് ഒരു വർഷം കൊണ്ട് ഏകദേശം 100 മുതൽ 400 കിലോ വരെ വെളുത്ത മണൽ ഉണ്ടാക്കാൻ കഴിയും. അതായത് നിരവധി ചാക്കുകൾ നിറയ്ക്കാൻ മതിയാകുന്ന അത്ര മണൽ. എന്തൊക്കെയാണല്ലേ ഈ കൊച്ചു മാൽദീവ്സിൽ നമ്മൾ അറിയാത്ത രഹസ്യങ്ങളല്ലേ? ഇങ്ങനെ ലക്ഷക്കണക്കിന് പാരറ്റ് ഫിഷുകൾ വർഷങ്ങളോളം പ്രവർത്തിച്ചാണ് മാലദ്വീപിൻ്റെ പ്രശസ്തമായ വെളുത്ത ബീച്ചുകൾ രൂപപ്പെട്ടത്. ഇവിടുത്തെ ആൾതാമസമില്ലാത്ത ദ്വീപുകളുടെ മണ്ണ് കണ്ടാൽ നല്ല പഞ്ചാരത്തരി പോലെ വെളുത്തിട്ടാണ്. ഇനി ഇതെന്താ സംഭവം എന്നറിയണ്ടേ? ഈ പാരറ്റ് ഫിഷ് എന്ന മത്സ്യം പ്രധാനമായും പവിഴപ്പുറ്റുകളുടെ മേൽ വളരുന്ന ആൽഗകളെയാണ് ഭക്ഷിക്കുന്നത്. പവിഴപ്പുറ്റുകളിൽ കാൽസ്യം കാർബണേറ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ആൽഗയുടെ കൂടെ ഈ ചെറിയ കാൽസ്യം കഷ്ണങ്ങളും കൂടെ ഈ മത്സ്യത്തിൻ്റെ വായിലേക്ക് പോകുന്നു. ദഹിക്കാതെ വരുന്ന ഈ കാൽസ്യം വെളുത്ത പൊടിയായിട്ട് പിന്നെ ഇവ വിസർജിക്കുന്നു. അത് കടൽ മണലിൻ്റെ ഒരു ഭാഗമാകുന്നു. ഇതുകൂടാതെ ആയിരക്കണക്കിന് വർഷങ്ങളായി കടലിനടിയിലെ പവിഴപ്പുറ്റുകളും ചിപ്പികളും ചെറു കടൽജീവികളുടെ അവശിഷ്ടങ്ങളും ഒക്കെ ശക്തമായ തിരകൾക്കിടയിൽപ്പെട്ട് പൊടിഞ്ഞ് മൺതരികളായി കരയിലടിഞ്ഞുകൂടുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഇനി മാൽദീവ്സിലെ വെളുത്ത മണലിൽ കൂടി നടക്കുമ്പോൾ ഓർക്കുക, ഇത് വെറും മണൽ മാത്രമല്ല, നമ്മുടെ പവിഴപ്പുറ്റുകളുടെയും കടലിൻ്റെയും ചെറിയ മത്സ്യങ്ങളുടെയും ആയിരക്കണക്കിന് വർഷത്തെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ്. അപ്പം അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.